പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ചന്തു. മാത്രവുമല്ല, ദേവബാലയുടെ പ്രതികാരം ഇപ്പോൾ ഒന്നും അടങ്ങുകയില്ല എന്നുള്ള കാര്യവും സത്യം തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദേവബാലയെ പിടിച്ച് കെട്ടുകയാണ് വേണ്ടത്. അതിനുവേണ്ടി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുന്ന ചന്തു ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇഷയെ ചെന്ന് കാണാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ രാഹുലിൻ്റെ പുതിയ തിരിച്ചടി. രാഹുൽ ഇഷയെ ചെന്ന് കണ്ട് ഇഷയോട് തൻ്റെ തെറ്റുകൾക്ക് മാപ്പ് നൽകാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അഭിഷേക് തിരികെ വന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന രാഹുൽ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. പക്ഷേ രാഹുലിനോട് നിനക്ക് ഇനി ഒരിക്കലും ഒരു സ്ഥാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇഷ. മാത്രവുമല്ല, അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയും ചെയ്യുന്നു. ഇതോടെ ദേവബാലയെ ചെന്ന് കാണുന്ന അയാൾ ദേവബാലയോട് ദേവബാലയുടെ വിഷമം മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് നിന്ന് വേണം ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ വൈദ്യർ പുതിയ നീക്കങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ദേവരാജന്. ദേവബാലയുടെ നില ഏത് നിമിഷം വേണമെങ്കിലും കൈവിട്ട് പോകാം എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ. ഇത് കേട്ടതിനെ തുടർന്ന് ശരിയെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ദേവബാലയ്ക്ക് വീണ്ടും ഭ്രാന്ത് കൂടുന്നത്. ഇത് ദേവരാജനെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.